സുബീഷ് സുബീഷേ സുബീഷേ ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ, അങ്ങാടിയിലേക്ക് പോയതാ. ആ എന്നാ ശരി, ഞാൻ വിളിച്ചേക്കോളാം. ആ സുബീഷേ ഏട്ടല്ലേ, ഞാൻ എന്താ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൂസേ മോളെ, അപ്പൂ, അമലേട്ടാ ഏട്ടനോടൊന്ന് വേഗം വരാൻ പറയോ, മോളെവിടെ എവിടെയും കാണുന്നില്ല. ആ സുബിയെ, ഈ ഒന്ന് വേഗം വാ, വീട്ടില് ചെറിയ പ്രശ്നമുണ്ട്. എന്റെ മോളെ ഇവിടെ എവിടെയും കാണുന്നില്ലെന്നേ പെണ്ണുങ്ങള് പറഞ്ഞു. ഒന്ന് വേഗം വാട്ടോ. മോളെവിടെ പോയിണ്ടാവും? സുബീഷേ, ഞാൻ ബാക്കിൽ അവിടെയൊക്കെ നോക്കിട്ടോ. ബാക്കിൽ നമ്മളെ പറമ്പിൽ എവിടെയും കാണുന്നില്ല. ഇവിടെ ആരെങ്കിലും വന്നിനോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. ഇവിടെ വേറെ ആരെ വന്നീനോ? ആ വന്നിണ്ടായിരുന്നു, ഒരു സാധനം വെക്കുന്ന കുട്ടി വന്നിണ്ടായിരുന്നു നേരത്തെ. ചേച്ചി, ഞങ്ങളെ കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ പറയല്ലേ ചേച്ചി, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. കുട്ടികളെ പ്രൊഡക്ട്സും ഉണ്ട് ചേച്ചി. ഒന്നും വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ പറയല്ലേ വേണ്ട വേണ്ട വേണ്ട. ഈ ബാഗിൽ നിറയെ സാധനങ്ങളാണ്. ഇത് വിറ്റിട്ട് വേണം ആന്റിയുടെ കുട്ടികൾക്ക് മിഠായിയും ചോറും ഒക്കെ വാങ്ങിക്കൊടുക്കാന്. അയ്യോ, കുട്ടികൾ ഒറ്റയ്ക്കാണോ വീട്ടിലില്ലേ? ആ ആന്റിക്ക് ഇതൊക്കെ വിറ്റിട്ട് വേണം കുട്ടികളുടെ അടുത്തേക്ക് പോവാൻ. ആന്റിയെ പോവല്ലേ, അപ്പൂസ് ഇപ്പ വരാം. ആ ഇത് ആന്റിയുടെ മക്കൾക്ക് കൊടുക്കണം കേട്ടോ. അപ്പൂസ് തന്നതാണെന്ന് പറയണേ. വേറെ ആരെങ്കിലും വന്നീനോ? ഇല്ല, ഒരു പാത്രം, പഴയ പാത്രങ്ങളൊക്കെ എടുക്കുന്ന ഒരാള്. I got nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature and it haunts me somewhere much deeper. പഴയ പാത്രങ്ങൾ കുപ്പികൾ വല്ലതും എടുക്കാനുണ്ടോ? ഇല്ല, ഒന്നും കൊടുക്കാനില്ല. എന്തെങ്കിലും ഒന്നുമില്ല, നോക്കിക്കോട്ടെ. ഇല്ല ഇല്ല, എല്ലാം കൊടുത്തു. അമലേക്കൊന്ന് വാങ്ങുമ്പോ പുറത്തൊക്കെ ഒന്ന് നോക്കിയൊക്കെ വാ. അപ്പൂസേ, 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 മോളെ. ഈ ടെൻഷൻ ആവണ്ട, നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് എടുത്തിട്ട് വരാം. ഈ വാ. നമ്മളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം വലിയ വിപത്തുകളാണ് സംഭവിക്കുന്നത്. അതൊരു പക്ഷേ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരുടെ ജീവിതത്തിലേക്കും അത് കടന്നു കയറാം. ഇവരുടെ ഐഡന്റിറ്റി ചൂഷണം ചെയ്ത് പലരും തെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അതേപോലെ നമ്മുടെ കുട്ടികളെ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. അവർക്ക് കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അലമാരകൾ, എളുപ്പം എടുക്കാൻ പറ്റുന്ന രീതിയിൽ കാറിന്റെ കീകൾ, അതേപോലെ കത്തി, ബ്ലേഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. തൊട്ടടുത്തുള്ള പൊട്ടക്കിണറുകൾ, പൊട്ടക്കുളങ്ങളെല്ലാം മൂടാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കുക. അതേപോലെ അപരിചിതരെ സൂക്ഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടീം ഡാർക്ക്